ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ ചോദിച്ചിട്ട് പോലും ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ വസതിയിലിരുന്ന് മുഴുവൻ കാര്യങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടും തീർന്നില്ല. ഇനി ഇത് മതിയെന്ന് പറഞ്ഞിട്ടാണ് അന്വേഷണ കമ്മിറ്റി അവിടെ നിന്ന് പോയത്. അപ്പൊ അത് ഗവൺമെന്റ് ഇതെല്ലാം വളച്ചൊടിക്കുകയും എന്തിനാ കൂടുതൽ പറയണത്? ആ ഡോക്ടറെ മോഷണ കുറ്റത്തിൽ വരെ പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അധികാരത്തിലിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അല്ല, പരിഹാരം ഉണ്ടാകണമല്ലോ. വിദ്യാഭ്യാസ രംഗത്തെ പരിഹാരം ഉണ്ടാകണം. ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഉണ്ടായ സംഭവം നിസ്സാരമായ ഒരു കാര്യം ഊതി വീർപ്പിച്ചുണ്ടാക്കിയ ഒരു വിഷയമാണ്. ഒരു കാരണവശാലും അത്തരം നിസ്സാരമായ വിഷയങ്ങൾ അപ്പം തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട വിഷയമാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു സെനറ്റ് ഹോൾ വാടകയ്ക്ക് കൊടുത്തതിന്റെ പേരിലുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ എന്തിനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലും പ്രശ്നം ഉണ്ടാക്കിയത്? അവിടെയുള്ള ജീവനക്കാരെ പോയി തല്ലിയത്, അവരെ മുറിയിൽ അടച്ചിട്ട് പൂട്ടിയെന്തിന്? അപ്പൊ വിഷയങ്ങൾ തീർക്കണ്ടേ? ഇപ്പൊ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചർച്ച ചെയ്തല്ലോ. ചിലപ്പോൾ ഒരു പ്രാവശ്യം ചർച്ച ചെയ്താൽ തീരില്ല, ചിലപ്പോൾ 2 പ്രാവശ്യം ചർച്ച ചെയ്താൽ തീരില്ല. ചർച്ച ചെയ്ത് തീർക്കണം, വിഷയം തീർക്കണം. ഞങ്ങൾ ഏതെങ്കിലും പ്രതിപക്ഷം എടുക്കുന്ന സ്റ്റാൻഡാണോ ഞങ്ങൾ ഈ കാര്യത്തിൽ എടുത്തത്? സാധാരണ പ്രതിപക്ഷമാണെങ്കിൽ അതിന്റെ അകത്ത് ഇവരൊക്കെ ആയിരുന്നെങ്കിൽ അതിന്റെ അകത്ത് എരുതിയിൽ എണ്ണ ഒഴിച്ച് വീണ്ടും ആളി കത്തിക്കാൻ ശ്രമിക്കും. ഞങ്ങൾ പറഞ്ഞാൽ ഇത് പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. കാരണം എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഇതിന്റെ വിക്ടിംസ് ആയിട്ട് ഇരകളായി മാറുന്നത് യൂണിവേഴ്സിറ്റിയും. എന്തൊരു മെസ്സേജാണ് കൊടുത്തത് കേരളത്തിന് പുറത്തേക്ക്, കേരളത്തിലെ സർവകലാശാലകളെ പറ്റി ഈ സമരവും ഈ വിഷയവും ഈ ബഹളങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ ഇത് സെറ്റിൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി കണ്ട് സംസാരിച്ചല്ലോ, മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് സംസാരിച്ചല്ലോ. അപ്പോൾ ഒരു ഫൈൻ മോർണിംഗ് സമരം അവസാനിച്ചല്ലോ, സമരമില്ലല്ലോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് പരിഹരിക്കപ്പെടണ്ടേ? പരിഹരിക്കാൻ ഗവൺമെന്റാണ് മുൻകൈ എടുക്കേണ്ടത്. സർക്കാർ മുൻകൈയെടുത്ത് സർക്കാർ അത് പരിഹരിക്കണം. ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ ഗവർണർ അവലംബിച്ചാൽ, ഭരണഘടനാ വിരുദ്ധമായ നിയമവിരുദ്ധമായ മാർഗങ്ങൾ ഗവർണർ അവലംബിച്ചാൽ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യണം. ഇപ്പൊ സുപ്രീം കോടതി ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ. വൈസ് ചാൻസലർമാരുടെ നിയമനവുമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന പാനലിൽ നിന്ന് താൽക്കാലിക വിസിമാരെ നിയമിക്കാൻ പറ്റുള്ളൂ. അപ്പൊ താൽക്കാലിക വിസിമാരെ നിയമിക്കുന്നതിന് ഗവൺമെന്റ് പാനൽ കൊടുക്കണം. സുപ്രീം കോടതി ഉത്തരവിനെ ഗവർണർക്ക് ലംഘിക്കാൻ പറ്റുമോ? ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്ക് സെറ്റിൽമെന്റ് ആയിരുന്നു. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി VC ഞാൻ ചോദിച്ചതുപോലെ RSSകാരനാണെന്ന് പറയും. ഇദ്ദേഹത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി VC ആക്കിയത് ആരാ? അപ്പൊ RSSന്റെ ജ്ഞാനസഭയ്ക്ക് 2 വൈസ് ചാൻസലർമാർ 5 പേര് പോയെന്ന് പറയും. അത് 2 പേര് പിണറായി സർക്കാർ അപ്പോയിന്റ് ചെയ്ത വൈസ് ചാൻസലർമാരാണ്, 2 പേര്. അപ്പൊ RSSകാരെയാണോ അന്ന് പിണറായി സർക്കാർ വൈസ് ചാൻസലർമാരായിട്ട് വെച്ചത്? അല്ലേ ഗവർണറുമായിട്ടുള്ള ധാരണയിൽ ഒന്ന് നിങ്ങൾക്ക്, ഒന്ന് എനിക്ക്, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ധാരണയിലാണോ വെച്ചത്? ആണോ 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 അതാണ് ചോദിച്ചത്. നിങ്ങളാണ് പറഞ്ഞത്, നിങ്ങളെ പാർട്ടിക്കാരാണോ പറഞ്ഞത് ഈ മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ VC RSSകാരനാണ്, ഞങ്ങളല്ല പറഞ്ഞത്. ആളെ അപ്പോയിന്റ് ചെയ്തത്, ആദ്യം അപ്പോയിന്റ് ചെയ്ത് പിണറായി സർക്കാരാണ്. ഗവൺമെന്റ് കൊടുത്ത പാനലിൽ നിന്നാണ് വെച്ചത്. ഗവൺമെന്റ് കൊടുത്ത പേര്, പിണറായി സർക്കാർ കൊടുത്ത പേരിൽ മോഹനൻ കുന്നുമ്മൽ ഉണ്ടായിരുന്നു. അപ്പൊ RSSകാരനെ വെച്ചത് പിണറായി സർക്കാരല്ലേ? ഇന്നലെ ജ്ഞാനസഭയ്ക്ക് പോയ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അപ്പോയിന്റ് ചെയ്തത് പിണറായി സർക്കാരാണ്. അപ്പൊ RSSകാരനാണ് വെച്ചത് അല്ലെ? അറേഞ്ച്മെന്റോ അഡ്ജസ്റ്റ്മെന്റോ ആയിരുന്നു തമ്മിൽ. അതാണ് എന്റെ ചോദ്യം. അല്ല, അങ്ങനെയൊന്നും അല്ലല്ലോ. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് തന്നെയല്ലേ LDF ഗവൺമെന്റ് നടത്താറ്. LDFുമായി ബന്ധമില്ലാത്ത, CPMുമായിട്ട് ബന്ധമില്ലാത്ത, LDFുമായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും വെക്കാറുണ്ടോ സാധാരണ? ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാമല്ലോ. നിങ്ങൾ വെച്ചിരുന്ന ഓരോരുത്തരുടെയും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാമല്ലോ. ആണ് LDF ആണ് വെച്ചത്. അല്ലല്ല, CPMന്റെ ചില കമ്മിറ്റികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ വെച്ചതാണോ അല്ലെങ്കിൽ ഗവർണറുമായിട്ട് ധാരണയിൽ ഒരാളെ നിങ്ങൾ RSS ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളടക്കം, താങ്കളുടെ സ്ഥാപനം അടക്കം അദ്ദേഹം RSSകാരനാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ വെച്ചത് ഗവൺമെന്റാണ്, വെച്ചത് പിണറായി സർക്കാരാണ്. അവിടെ ഞാൻ പറഞ്ഞത് വെച്ചത് പിണറായി. ഇത് ഇപ്പൊ ഞാൻ പറയണേ, ഇപ്പൊ ഇതൊക്കെ ധാരണയായിരുന്നു അന്ന്.
പഴയ ഗവർണറായിട്ടും നിയമവിരുദ്ധമായ കാര്യങ്ങൾ പഴയ ഗവർണറായിട്ട് ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി VCA വെച്ചപ്പോ ചാൻസലർ പ്രോ ചാൻസലർ കത്തെഴുതി. പ്രോ ചാൻസലർക്ക് കത്തെഴുതാമോ? VCA വയ്ക്കാൻ വേണ്ടിയിട്ട് എഴുതാമോ? വെക്കാമോ? വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതാമോ VCA വയ്ക്കാൻ വേണ്ടിയിട്ട്? അന്ന് ഈ പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രി കത്തെഴുതി. ആ കത്തെഴുതിയ അനുസരിച്ച് അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നിയമവിരുദ്ധമായിട്ട് റീ അപ്പോയിന്റ്മെന്റ് കൊടുത്തു ആ വൈസ് ചാൻസലർക്ക്. ഏജിന്റെ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏജിന്റെ ഇത് റീ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. റീ അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ ഏജ് ബാധകമാണ്. ആ ഏജ് ബാധകമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ പ്ലാൻ ചെയ്ത് ഒരുമിച്ച് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വഴക്കിട്ട്. ഞങ്ങൾ പറയുന്നത് ഗവൺമെന്റ് പ്രതിസന്ധിയിലാവുമ്പോഴാണ് ഗവർണർമാരിപ്പോ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി വിവാദം വന്ന് ആ വിവാദം അവസാനിച്ച് കഴിയുമ്പോൾ അവർ വേറെ വഴിക്ക് പോകും. ഈ സെറ്റിൽമെന്റ് ആണ് വേറെ വല്ലതും. അല്ല, അതൊക്കെ ബിഷപ്പുമാർക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. കഴിഞ്ഞ ക്രിസ്മസിനല്ല, 2024 ക്രിസ്മസിനല്ല, 2023 ക്രിസ്മസ് കാലത്ത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയായിരുന്നു. ഞങ്ങൾ ഇതുപോലെ പത്രസമ്മേളനം നടത്തി. ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് ക്രിസ്മസ് കാലത്ത് കേക്കുമായി അരമനയിലെത്തുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഏകദേശം 1.5 കൊല്ലമായി. ഇപ്പൊ അവര് തന്നെ ഏറ്റു പറയണ്ടല്ലോ അതെല്ലാം. ആട്ടിൻ തോലിട്ട ചെന്നായികളായിരുന്നു കേക്കുമായിട്ട് വന്നത്. ഇനി ആര് കേക്കും കിരീടവുമായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് അവർ പറഞ്ഞല്ലോ. ഞങ്ങളത് പറയാൻ കാര്യം രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നത് 834 സംഭവങ്ങളാണ് കഴിഞ്ഞ 365 ദിവസത്തിനുള്ളിൽ നടന്നിരിക്കുന്നത്. എത്ര വൈദികരാണ് ജയിലിലുള്ളത്? എങ്ങനെയാണ് സ്റ്റാൻ സ്വാമിയെ കൊന്നത്? ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ വന്ധ്യവയോധികനായ പാർക്കിൻസൺ ഡിസീസ് ബാധിച്ച ഒരു ഗ്ലാസ് വെള്ളം 2 കൈവച്ചും ചേർത്ത് കുടിക്കാൻ പറ്റാത്ത ഒരാളെ ജയിലറയ്ക്കുള്ളിൽ ചങ്ങലക്കിട്ട് ഒരു സ്ട്രോ വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല. പ്രായമുള്ള ഒരാൾക്ക് കൈ 2 ചേർത്ത് പിടിച്ച് ഗ്ലാസ് പിടിക്കാൻ പറ്റാത്ത ഒരാളെ ജയിലിലിട്ട് കൊല്ലുന്നത്. അത് ചെയ്ത ഭരണകൂടമാണ്. രാജ്യവ്യാപകമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസാമിൽ, മധ്യപ്രദേശിൽ, ഒഡീഷയിൽ, ഗുജറാത്തിൽ, ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ വ്യാപകമായി ചെയ്യാണ്. സഭാ വസ്ത്രങ്ങൾ അണിഞ്ഞ് കന്യാസ്ത്രീയന്മാർക്കോ അച്ഛന്മാർക്കോ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് രാജ്യത്തുടനീളം. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവിടെ അരവനെ പോയി ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവരാണോ ജാമ്യം കൊടുക്കുന്നത്?